ഐ ആം അഗ്നി, അഗ്നിവംശ്. അഗ്നിയും അതേ ലെവലിൽ സംസാരിച്ചപ്പോൾ ബാക്കിയുള്ള കിളികളും കൂടി കൂടും കുടുക്കയെടുത്ത് ജില്ല വിട്ടു. അഗ്നിയുടേത് കുഞ്ഞു മുറി ആയതുകൊണ്ട് തന്നെ മുറിയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചറമ്മയും അർജുനും ഒക്കെ അഗ്നിയെ കാണാൻ പോയപ്പോൾ ദേവവും മിഥുവും പുറത്തേക്ക് പോയി. തടിബെഞ്ചിലിരുന്ന് മടുത്തപ്പോൾ രണ്ടാളും ഗാർഡൻ സൈഡ് കാണാൻ അവിടേക്ക് പോയി. ഇതുവരെ കാണാത്ത തരം പല നാടൻ വിദേശ ചെടികളുടെയും പഴച്ചെടികളുടെയും കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഗാർഡനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡ് ദേവുവിന്റെ കണ്ണിൽപ്പെട്ടത്. സ്വസ്തി എന്ന് സ്വർണ്ണവർണ്ണത്തിൽ എഴുതിയതിന് താഴെയുള്ള ഒരു ലോഗോ കണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് അവൾ അതിനടുത്തേക്ക് ചെന്നു. വിശ്വസിക്കാൻ കഴിയാതെ അവൾ കുറച്ചുനേരം അവിടെ നിന്നു. അവളുടെ ചിന്തകൾ കുറച്ചു പിറകിലേക്ക് പോയി. ഈ ലോഗോ ആദ്യം കണ്ട ദിനത്തിലേക്ക്. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സൈറ്റിലേക്ക് പോകുവാൻ ഇറങ്ങിയപ്പോഴാണ് അർജുനുമായി കൂട്ടിയിടിക്കുന്നത്. ധൃതിയിൽ പുറത്തേക്ക് പോകാൻ വന്നവനെ അകത്തേക്ക് കയറാൻ വന്ന ദേവു ഇടിച്ചപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ കീ താഴേക്ക് വീണു. അന്നതെടുത്തപ്പോൾ കീയിലുണ്ടായിരുന്ന ഈ ലോഗോയുടെ കീ ചെയിൻ അവൾ ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ അർജുനും ഈ ആശ്രമവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് അവളെ ആശയക്കുഴപ്പത്തിലാക്കി. അഗ്നിയും അർജുനും തമ്മിൽ കണ്ടു കാണുമ്പോഴുള്ള പ്രതികരണം ശ്രദ്ധിക്കാൻ കഴിയാത്തതിലും അഗ്നിയോട് അർജുൻ നിരപരാധിയാണോ, ആക്സിഡന്റ് സത്യാവസ്ഥ ചോദിച്ചറിയാൻ കഴിയാത്തതിലും ദേവുവിന് നിരാശ തോന്നി. ഒരു വേള ഇതുവരെ സംഭവിച്ചത് ഉൾപ്പെടെ ഇവരുടെ പ്ലാനിംഗ് ആയിരുന്നു. ഇനിയും അഗ്നി ഇവിടെ സേഫാണോ? അർജുനെ വിശ്വസിക്കണ്ടായിരുന്നു. അവളുടെ മനസ്സ് ചോദ്യങ്ങളാ നിറഞ്ഞു. അവളുടെ മനസ്സ് അവളെ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സന്തോഷത്തോടെ നിന്നവൾ ആ ബോർഡിൽ നോക്കി. അപ്സെറ്റായി നിൽക്കുന്നത് കണ്ട് മിതു അവളുടെ ഷോൾഡറിൽ മെല്ലെ തട്ടി. അവൾ മിതുവിന് സംശയം തോന്നാതെ ഒരു ചിരി മുഖത്തണിഞ്ഞു. അഗ്നിയുടെ മുറിയിലേക്ക് പോകുവാനായി അവൾ തീരുമാനിച്ചു. ഫോൺ ചെയ്ത് തിരികെ വന്ന് മനു ഗാർഡനിൽ നിൽക്കുന്ന നേരത്താണ് മിതുവിനെയും ദേവുനെയും കണ്ടത്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന പോലെ അവരുടെ അടുത്തേക്ക് നടന്നു. ഇപ്പോൾ മറ്റോമാറില്ലാത്തത് മനുവിനൊരു അവസരമായി തോന്നി. ഗാർഡനിൽ നിന്നും അഗ്നിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ മനു വരുന്നത് ദേവും മിതുവും കണ്ടു. ദേടി ആ വായി നോക്കി വരുന്നുണ്ട്. മനുവിന്റെ കോഴി സ്വഭാവം ശിവ പറഞ്ഞതറിഞ്ഞ് മിതു ഇഷ്ടപ്പെടാതെ ദേവുവിനോട് പറഞ്ഞു, നീ വാ, നമുക്ക് ഉണ്ണിയേട്ടന്റെ മുറിയിലേക്ക് പോകാം. ദേവു മിതുവിന്റെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മനു അവിടെ എത്തിയിരുന്നു. തക്കം കാത്തിരുന്ന് തന്റെ മുമ്പിൽ വന്ന സന്തോഷത്തിലായിരുന്നു മനു. ഹായ് ദേവൂസ്. മനു സന്തോഷത്തോടെ ദേവുവിനെ വിളിച്ചു. ദേവു ആണെങ്കിൽ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലുമായി. അതെന്താണ് ചേട്ടാ, എന്നെ കണ്ടില്ലേ? അതെന്താ ദേവുവിന് മാത്രം ഹായ്? ദേവു മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് മിത്തു മനുവിനിട്ടൊരു കൊട്ടുകൊടുത്തുകൊണ്ട് ഇടയ്ക്ക് കയറി. അത് പിന്നെ അങ്ങനല്ല മിത്തൂസേ, പെട്ടെന്ന് കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ദേവൂസ്ന്നും ആയി വന്നതാ, അല്ലാതെ കുട്ടിയെ കാണഞ്ഞിട്ടല്ല. മനു രക്ഷപ്പെടാനായി പറഞ്ഞൊപ്പിച്ചു. അതിനൊന്ന് അമർത്തി മൂളി മിത്തു ദേവുവിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവർക്കൊപ്പം മനുവും. ദേവുവിന്റെ മനസ്സിൽ മുഴുവനും ഉത്തരം വ്യക്തമാക്കാത്ത ചില ചോദ്യങ്ങളാണ്. താൻ കേട്ടതിനും അനുഭവിച്ചതിനും അപ്പുറം എന്തൊക്കെയോ തനിക്ക് ചുറ്റും സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിയുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ രോഗികൾക്ക് ഔഷധ സേവയ്ക്കുള്ള സമയമാണെന്ന് പറഞ്ഞ് സന്ദർശകരെ പുറത്തേക്ക് ഇറക്കിയിരുന്നു. വൈശാഖും അർജുനും ഓഫീസിലേക്കോ മറ്റോ പോയിരുന്നു. മിതുവും ശിവയും കിട്ടിയ തക്കത്തിന് സംസാരിക്കുന്നു. ആദിയെയും അദർവിനെയും കാണുന്നില്ല. മനു പിന്നെ തന്റെ പിന്നാലെ കൊക്കിപ്പാറി നിൽക്കുന്നുണ്ട്. മനസ്സിൽ പെട്ടെന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടവൾ മനുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന മനുവിന്റെ തലയിലെ ബൾബുകൾ പെട്ടെന്ന് തന്നെ CFLനേക്കാൾ പ്രകാശപൂരിതമായി. അവൻ അവളെ നോക്കി പല്ല് മുഴുവൻ കാണത്തക്ക രീതിയിൽ ചിരിച്ചു. ആരോ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞ പോലെ, മോനെ മനസ്സിൽ ലഡു പൊട്ടി. അവന്റെ അടുത്തേക്ക് വരുന്നവളെ കാണിക്കെ പിന്നെയും മറ്റൊരു ലഡു കൂടി അവനെ പൊട്ടി. പ്രതീക്ഷയുടെ 1000 ലഡുക്കൾ. ഹായ് മനുവേട്ട. അപ്രതീക്ഷിതമായൊരു മനുവേട്ടാ വിളിയിൽ അവനാകെ പൂത്തുലഞ്ഞു പോയി. മനുവിന്റെ ഹൃദയത്തിൽ നിന്നും പ്രണയപക്ഷികൾ കൊക്കുരുമ്മി മരച്ചില്ലയിലേക്ക് ചേക്കേറി. കുറച്ചു നേരം ഗാർഡൻ ഏരിയയിലേക്ക് നടക്കാം എന്ന് പറഞ്ഞവൾ മനുവിനെയും കൂട്ടി ഗാർഡനിലേക്ക് നടന്നു. മനുവിന്റെ കാലുകൾക്ക് വേഗം കൂടി. പിന്നെയും സംസാരിച്ച് നടക്കുന്നതിനിടയിൽ ദേവു മനുവിനെ ഒരിടത്തേക്ക് ചൂണ്ടി വിളിച്ചു. മനുവേട്ട,
ഇങ്ങോട്ട് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ? ദേവു വിളിച്ചു പറയുന്ന കേട്ട് അവൾ കാണിച്ചിടത്തേക്ക് മനു നോക്കി. അവിടെ ഒരു ബോർഡാണ് കാണുന്നത്, സുസ്തി. അതിലിപ്പോ എന്താ ഭംഗിയെന്ന് അവൻ ആലോചിച്ചു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നവനെ അവൾ പിന്നെയും വിളിച്ചു. മനുവേട്ടാ, പേരല്ലെന്ന്, ഈ ലോഗോ നോക്കേ. പേരിനൊപ്പം സ്ഥാപിച്ചിരിക്കുന്ന ലോഗോ കാണിക്കെ. മനുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തിളങ്ങി. അത് മനസ്സിലായ ദേവു പിന്നെയും ലോഗോയുടെ ഭംഗിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ദേവു, ഇത് ഞങ്ങളുടെ കമ്പനികളുടെ ലോഗോയാണ്. മനു അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയോ? അതെങ്ങനെ ഇവിടെ വരുന്നേ? ദേവു ഒന്നും മനസ്സിലാകാതെ നിഷ്കു ചമഞ്ഞു. ദേവൂസ്, നമുക്കൊരു ബിസിനസ് മാത്രമല്ല, ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നത് കൺസ്ട്രക്ഷൻസിൻ്റെയും പിന്നെ റിസോർട്ട് വർക്കുമായിട്ടാണ്. അതുകൂടാതെ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, IT, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മളുണ്ട്. അതിനൊപ്പം തന്നെ അങ്കിളൊക്കെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഈ ആശ്രമം ചിലപ്പോൾ അങ്കിളിൻ്റെ അണ്ടറിലുള്ള വല്ല ചാരിറ്റി വർക്കും ആകും. മനു ആലോചനയോടെ പറഞ്ഞു. അപ്പം മനുവേട്ടന് ഇത് അറിയില്ലായിരുന്നോ, ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളത്? ദേവു ഇനിയും ക്ലിയർ ആവാതെ ചോദിച്ചു. ഏയ്, എനിക്കെല്ലാം ഒന്നും അറിയില്ല. എല്ലാവർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേ ബി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫാമിലിയുള്ള മറ്റാർക്കെങ്കിലും ആകും. മനുവിനെ ട്രസ്റ്റിനെ കുറിച്ച് അറിവില്ല എന്നും അവൻ പറയുന്നത് സത്യമാണെന്നും ദേവുവിന് തോന്നി. അപ്പോ മറ്റെന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വൈശുവും അർജുനും എത്തിയിരുന്നു. അർജുനെ കണ്ടതും ദേവു തന്റെ ചോദ്യങ്ങൾ താൽക്കാലികമായി അവിടെ അവസാനിപ്പിച്ചു. അജു, എന്താ ഈ ഓഫീസിൽ ചെന്നിട്ട്? ശിവ അവിടേക്ക് വന്ന് അവരോട് ചോദിച്ചു. സ്വാമി പറയുന്നത് ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കാനാ. വൈകുന്നേരം ആയില്ലേ, കാട്ടാനയുടെ ശല്യം ഉണ്ടെന്ന്. അജു സ്വാമി പറഞ്ഞത് അവരോടായി പറഞ്ഞു. അപ്പോഴേക്കും അഥർവും ആദ്യം അവിടെ എത്തിയിരുന്നു. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ശിവ വീണ്ടും അജുവിനോട് ചോദിച്ചു. ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നു. ഏർലി മോർണിംഗ് നമുക്ക് റിട്ടേൺ പോകാം. പിന്നെ പ്രായമുള്ളവരും ഉണ്ടല്ലോ. ഇത്രയും ലോങ് ട്രിപ്പൊക്കെ അവർക്ക് ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കില്ല. പിന്നെ ഇവിടെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനായി ഡോർമെറ്ററി പോലെ സംവിധാനവും ഉണ്ട്. ലേഡീസ് ആൻഡ് മെൻസ് രണ്ടായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവുവിനും മിഥുനും ഒക്കെ അവരുടെ ഏട്ടൻ്റെ കൂടെ ഒരു ഡേയെങ്കിലും സ്പെൻഡ് ചെയ്യാമല്ലോ. അജു പറഞ്ഞു നിർത്തി ഓക്കെ അല്ലേ എന്ന ഭാവത്തിൽ എല്ലാവരെയും നോക്കി. ദേവു അത് ആഗ്രഹിച്ചതായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷവും തോന്നി. അല്ല, നിങ്ങൾ എവിടെ പോയതായിരുന്നു? വൈശാഖ് ആദ്യ അഥർവിനെ നോക്കി. എടാ, കുറച്ച് മുകളിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഞങ്ങള് അവിടെ നിന്നപ്പോൾ ചെറുതായി ശബ്ദം കേട്ടു. അങ്ങനെ അവിടെ പോയി നോക്കിയതാ. ആദ്യ സന്തോഷത്തോടെ പറഞ്ഞു. ആണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? മിഥു ചാടിക്കേറി ചോദിച്ചു. സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ വൈശുവേട്ടാ? മിഥു വൈശുവിനോട് ചോദിച്ചു. അതിനെന്താ, വാ, എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം. എന്തോ ആലോചിച്ചെന്ന ദേവുവിന്റെ തലയ്ക്കൊന്ന് കൊട്ടി വൈശു പറഞ്ഞു. കലവിലും വർത്താനമൊക്കെ പറഞ്ഞ് നടന്നതുകൊണ്ട് സ്ഥലമെത്തിയത് അറിഞ്ഞതേയില്ല. ആ പാറക്കൂട്ടങ്ങളിൽ പോയി നിന്ന താഴേക്ക് വെള്ളം പതിക്കുന്നത് കാണാം. വഴുക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് നടക്കണേ. അഥർവ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. അജുവാണ് അവസാനം നടന്നത്. തൊട്ടു മുന്നിൽ ദേവു. മിഥു ശിവയ്ക്കൊപ്പം നടന്നതുകൊണ്ട് ദേവു അവൾക്കൊപ്പം നടക്കാതെ ഒറ്റയ്ക്കാണ് പോകുന്നത്. ദേവുവിനും അജുവിനും സംസാരിക്കാൻ അവസരം ഒരുക്കാൻ എന്ന പോലെ ആദ്യം മനുവിനെയും അഥർവിനെയും അവനൊപ്പം കൂട്ടി. ആലോചിച്ച് നടന്നതുകൊണ്ടാകാം ദേവു ഒത്തിരി പിന്നിലായിരുന്നു. അവളുടെ മനസ്സ് ശരിയല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അജുവും പതിയെ അവൾക്ക് പിന്നിലായി നടന്നു. അവളുടെ മനസ്സിനെ അലട്ടുന്നത് എന്തെന്ന് മാത്രം അവന് മനസ്സിലായില്ല. ഒരുപക്ഷെ അഗ്നിയെ കണ്ടതുകൊണ്ടാവാമെന്ന് അവൻ കണക്കുകൂട്ടി. എങ്കിലും അവൾക്കൊപ്പം അവനും ഉണ്ട്. ഒരിക്കലും കൈവിടില്ല എന്ന പോലെ. ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പാറയിൽ നല്ല വഴുക്കലുണ്ട്. മുന്നിലൂടെ പോയ ദേവു പെട്ടെന്ന് സ്ലിപ്പായതും അവളെ ശ്രദ്ധിച്ചു നടന്ന അജു വേഗം അവളെ താങ്ങി. അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. കുറച്ചുനേരം കണ്ണുകൾ തമ്മിൽ കോർത്തു നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി പിടുത്തം വിടുവിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞവനോട് പരിഭവിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടവൻ അവളുടെ കൈകളിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. ദേവ, പറ, എന്താ പ്രശ്നം? അഗ്നി അമ്മയും കണ്ടതുകൊണ്ടാണെന്നാണ് ഇത്രയും നേരം കരുതിയത്. അല്ല, മറ്റെന്തോ ആണെന്ന് ഇപ്പം മനസ്സിലായി. പറ, സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അർജുൻ ആർദ്രമായി അവളോട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേൾക്കെ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി ദേവു. ദേവ, പറയേ പ്ലീസ്. അർജുൻ അവളോട് അപേക്ഷിക്കുകയായിരുന്നു.
അവൾ അർജുന്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവളുടെ തോളിലായി കിടന്നിരുന്ന സ്ലിം ബാഗിൽ നിന്നും അവളുടെ ഫോൺ എടുത്തു. ഗാലറി ഓപ്പൺ ചെയ്തു. നേരത്തെ ഫോണിലെടുത്ത ആ എംബ്ലത്തിന്റെ ഫോട്ടോ അവനായി നീട്ടി. ഇത് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, മിസ്റ്റർ അർജുൻ സായിറാം? വാക്കുകളിൽ പുച്ഛം നിറച്ചവൾ അർജുനോട് ചോദിച്ചു. അപ്പോഴേക്കും അർജുന് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ ലോഗോയാണ്. മുന്നേ എന്റെ കീച്ചെയിനിൽ താൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇതിലിപ്പോ എന്താ ഉള്ളത്? തന്നെ അലട്ടാൻ ഇത്രമാത്രം? അർജുൻ നിസ്സാരമട്ടി ചോദിച്ചു. ഞാനിപ്പോ ഈ ലോഗോ ആശ്രമത്തിൽ ഗാർഡനിലുള്ള ബോർഡിലാ കണ്ടത്. അപ്പോൾ ഈ ആശ്രമവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഈ ആശ്രമം നിങ്ങളുടെ അണ്ടറിലുള്ളതായിരുന്നല്ലേ? എല്ലാം നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരമാണ് അപ്പോൾ നടക്കുന്നത്. മന വാങ്ങിയതുൾപ്പെടെ. നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം നുണയായിരുന്നോ? ഞങ്ങളെ നിങ്ങൾ ചതിക്കുമായിരുന്നോ? എന്റെ അഗ്നിയേട്ടന്റെ അവസ്ഥയ്ക്ക് പിന്നിൽ നിങ്ങൾ തന്നെയായിരുന്നോ? അർജുന്റെ ടീഷർട്ടിന്റെ കോളറിൽ പിടിച്ചുലച്ച് കരഞ്ഞു പറയുന്നവളെ അർജുൻ കരുണയോടെ നോക്കി. ദേവ, താൻ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അഗ്നി പഴയ പോലെ ആകേണ്ടതും തിരിച്ചു വരേണ്ടതും മറ്റാരേക്കാളും ഇന്ന് എന്റെ ആവശ്യമാണ്. തന്നെ പോലെ അഗ്നിയെ കാത്തിരിക്കുന്ന ഒരുവളുണ്ട്. തനിക്ക് അഗ്നി കൂടപ്പിറപ്പാണെങ്കിൽ അവൾക്ക് അവളുടെ ജീവന്റെ പാതിയാണ്. അവളുടെ പ്രണയവും പ്രാണനുമാണ്. അഗ്നി മരിച്ചു പോയെന്ന് കരുതി ഭ്രാന്തിന്റെ വക്കിൽ ഉഴറി ജീവിക്കുന്നവളെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അഗ്നി മടങ്ങി വന്നേ മതിയാകൂ. അതുപോലെ കൂടെ നിന്ന് ചതിക്കുന്നവരെ അവരെ കണ്ടെത്താനും തന്നോട് മറച്ചുവെച്ചെങ്കിൽ അത് നല്ലതിന് മാത്രമാണ്. ട്രസ്റ്റ് മീ ദേവ, പലതും തെളിയണമെങ്കിൽ ഇതെല്ലാം കുറച്ചുനാൾ ഇങ്ങനെ തന്നെ പോകണം. വേദന കൊണ്ട് അവന്റെ വാക്കുകൾ പതറുന്നുണ്ട്. അത് തിരിച്ചറിയവേ ദേവു അവനെ പുണർന്നിരുന്നു. പരസ്പരം ആലിംഗനത്തിലൂടെ ആശ്വസിപ്പിച്ചു അവരിരുവരും. ദേവ, ഇന്നൊരു വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും നീ എനിക്ക് ആരെന്നറിയാം. ഞാൻ കുറെ കാര്യങ്ങൾ മറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ശക്തമായ ഒരു കാരണമുണ്ട്. നേർക്ക് നേർ മത്സരിക്കുന്ന എതിരാളിയെ തോൽപ്പിക്കും പോലെ അല്ല ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവരെ തോൽപ്പിക്കുന്നത്. അതിനായി ആദ്യം ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ഇരുട്ടിലേക്ക് അമ്പയ്യം പോലെയാണ് ഒളിവിലുള്ള ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം നമുക്ക് ജയിക്കണം ദേവ. നമുക്ക് വേണ്ടി, നമ്മുടെ പൊന്നൂനും അഗ്നിക്കും വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അതിനായി ആദ്യം എതിരാളി രംഗത്തിറങ്ങണം. അതിന് അഗ്നി തിരിച്ചു വരണം പഴയതുപോലെ. നീ കൂടെ ഉണ്ടാവില്ലേ ദേവ? എന്നും എനിക്ക് താങ്ങും തണലുമായി അജു അവളുടെ നേർക്ക് കൈകൾ നീട്ടി ചോദിച്ചു. എന്നും എപ്പോഴും ഉണ്ടാകും. അവൾ അവന്റെ കൈകളിൽ തന്റെ കൈ ചേർത്ത് വെച്ചു. തണുത്ത വെള്ളത്തിലേക്ക് കാലുകളിട്ടപ്പോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആനന്ദ നിർവൃതി തോന്നിയിരുന്ന ദേവുവിന്. തണുപ്പിനെ തന്റെ ശരീരത്തിലേക്ക് കണ്ണുകൾ ഇറുക്കിയടച്ച് സ്വീകരിച്ച ദേവു തന്റെ അടുത്തിരിക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി അജു. ഇളം വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്ന അവളുടെ വെള്ള ഒറ്റക്കൽ മൂക്കൂത്തിയിലേക്കും കാറ്റിൻ തലോടലാൽ നൃത്തം ചെയ്യുന്ന ഓരോ അളകങ്ങളിലേക്കും ജലഗണങ്ങൾ പറ്റിപ്പിടിച്ച ചായം പൂശാത്തൊരു ചെഞ്ചുണ്ടിലേക്കും അവന്റെ നോട്ടമെത്തി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ദേവു കണ്ണുകൾ തുറന്നു നോക്കിയപ്പോ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അജുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു കുറച്ചകലെയായി ചാഞ്ഞു കിടക്കുന്ന മരച്ചിലയിൽ കയറാൻ തുടങ്ങുന്നവരെ. അയ്യോ, വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അവരുടെ അരികിലേക്കായി പോകാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളുടെ കൈകളിൽ അർജുൻ പിടുത്തമിട്ടു. എന്തേ? അവൾ പുരുകുയർത്തി അവനോട് ചോദിച്ചു. എനിക്ക് ഒരു കൂട്ടം അറിയണമായിരുന്നു. പറയുമോ? അവന്റെ വാക്കുകളിൽ കുസൃതി. ആ, അതിനെന്താ പറയാലോ. അതെ, എന്റെ ദേവിക്ക് എന്നെ ഇന്നു മുതൽ അറിയുക. വീണ്ടും അതേ കുസൃതി അവനെ നിറഞ്ഞു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നവളിൽ അപ്രതീക്ഷിതമായി കേട്ട ചോദ്യത്തിന്റെ ഞെട്ടലും പകപ്പും ഒരുപോലെ ഉണ്ടായിരുന്നു. അവൾ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ നിന്നു. പറദേവ, എന്റെ ഡയറി അജുവേട്ടന്റെ കൈകളിലുണ്ടല്ലോ. ഒരു ചമ്മിയ ചിരിയോടെ ദേവു അജുവിനോട് ചോദിച്ചു. അവളെ കൂടുതൽ വട്ടം ചുറ്റിക്കാതെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചവൻ അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി. അവൾ നാണം കൊണ്ട് ദൃഷ്ടി മറ്റെങ്ങോ പായിച്ചു. എന്തേ? എന്നോട് ആദ്യമായി കണ്ട ആ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഇഷ്ടം വരാൻ? അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അർജുനനുള്ളിൽ.
അതെനിക്കറിയില്ല. പ്രണയമാണെന്ന് കൂടി അറിയില്ല. വല്ലാത്തൊരിഷ്ടം മനസ്സിൽ നിറഞ്ഞു. പ്രത്യേകിച്ച് പേര് ചൊല്ലി വിളിക്കാനറിയാത്ത ഒരിഷ്ടം. വേണ്ടാന്ന് വെച്ചിട്ടും പറിച്ചു കളയാൻ കഴിയാത്ത ഒരിഷ്ടം. അതുകൊണ്ടാവും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നതിൽ ഞാനും വിശ്വസിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ തോന്നുന്ന ഇഷ്ടം അത് വളർന്ന് വളർന്ന് ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയാത്ത പോലെ വളർന്നു. സ്വന്തമാക്കാൻ കഴിയൂന്ന് കരുതാതെ മനസ്സിൽ വളർന്ന ഇഷ്ടമാണ് അജുവേട്ടൻ എനിക്ക്. ഇനി കാണുമെന്ന് പോലും അറിയില്ലായിരുന്നു. എല്ലാം വിധിയാകുമല്ലേ? അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു നിർത്തി അർജുനെ നോക്കി. അത്രമേൽ പ്രണയിച്ചാൽ ദൈവത്തിന് പോലും വേർപിരിക്കാൻ തോന്നില്ല ദേവ. അതിന് മറ്റൊരു ഉദാഹരണമല്ലേ അഗ്നിയും അഭിയും. അവളെ നെഞ്ചോട് ചേർത്ത് അജു പറഞ്ഞു. കവളിലേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുവിട്ട് അവൻ ദേവുവിന്റെ സീമന്തത്തിൽ ചുംബന ചുവപ്പേകി. അത്രമേൽ പ്രണയത്തോടെ അതവൾ കണ്ണുകളടച്ച് സ്വീകരിച്ചു. വാ, കുറച്ചു നേരമായി മാറിയിരിക്കുന്നു, അവർക്കടുത്തേക്ക് പോകാം. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനോട് ദേവു പറഞ്ഞു. സമ്മതത്തോടെ തലകുലുക്കി ഇരുവരും മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. വെള്ളത്തിൽ കളിച്ചും കാട്ടുപഴങ്ങൾ പറിച്ചു തിന്നും കുറച്ചു സമയം കൂടി ചിലവഴിച്ച് അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. തുടരും.